അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരിക്കൽ ഒരു സൂഫിയുടെ അടുത്ത് വന്നുകൊണ്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതെല്ലാം ലഭിക്കുന്നു. ആ അവസരത്തിലാണ് ഇതിനോട് ചോദിക്കുന്നത്, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ആ സൂഫി ഒട്ടും ചിന്തിക്കാതെ മറുപടി പറയുന്നു, ഫീഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ പ്രവാചകനുണ്ട് എന്നുള്ളതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസം അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറന്ന ആ മനോഹരമായ ദിവസമാണ്. ആമിന ബീവി ഗർഭിണിയായിരിക്കെ തന്നെ ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് സന്ദർഭങ്ങളും ആമിന ബീവിക്ക് ഉണ്ടാവുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, അവർ ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ അവരുടെ ശരീരത്തിൽ നിന്ന് ഒരു പ്രകാശം പുറപ്പെടുകയും അത് കിസ്റ റോമിൻ്റെയൊക്കെ പേർഷ്യയുടെയൊക്കെ കൊട്ടാരങ്ങളെ പ്രകാശിപ്പിക്കുന്ന തരത്തിലേക്ക് ആ പ്രകാശം ഇങ്ങനെ പോകുന്ന ഒരുപാട് സ്വപ്നങ്ങൾ ആമിന ബീവി പലവട്ടം ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്നതായിട്ട് ചരിത്ര രേഖകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു നട്ടുച്ച നേരമായിരുന്നു അത്. ആമിന ബീവി പ്രസവിച്ച ഉടനെ അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്തേക്ക് ആളെ പറഞ്ഞേക്കുന്നുണ്ട്. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടെ ഇങ്ങോട്ട് ഓടി വരുന്നു, കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടെ തന്നെ കഅബയിലേക്ക് ചെല്ലുകയാണ്. കഅബയിൽ പോയി ദൈവത്തോട് നന്ദി പറഞ്ഞ് ഏറെ നേരം പ്രാർത്ഥിക്കുന്നു. ശേഷം മുഹമ്മദ് എന്ന് ആ കുഞ്ഞിന് പേരിടുന്നു. ചില ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ആമിന ബീവി ഗർഭിണിയായിരിക്കെ തന്നെ പലവട്ടം ഒരാൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് നിന്റെ കുട്ടിക്ക് നീ മുഹമ്മദ് എന്ന് പേരിടണം എന്ന് പറയുന്ന ഒരുപാട് സന്ദർഭങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും മുഹമ്മദ് എന്നാണ് പേരിടുന്നത്. അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്തേക്ക് ഒരുപാട് ആളുകൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അബ്ദുൽ മുത്തലിബ്, നമ്മുടെ അറേബ്യയിൽ സുപരിചിതമായ ഒരു പേരല്ലല്ലോ അത്. അതിന് മുമ്പ് അവിടെ അങ്ങനെ ഒരു പേര് ആർക്കും ഇട്ടതായിട്ട് ചരിത്രങ്ങളിൽ എവിടെയും കാണുന്നില്ല. അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കുമ്പോൾ അബ്ദുൽ മുത്തലിബ് മറുപടി പറയുന്നത്, എൻ്റെ പുത്രൻ ലോകത്താകമാനം സ്തുതിക്കപ്പെട്ടവനായി മാറണം, അതുകൊണ്ടാണ് ഞാൻ ഈ പേര് തിരഞ്ഞെടുത്തത് എന്ന് അബ്ദുൽ മുത്തലിബ് അവരോട് മറുപടി പറയുന്നു. കൃത്യം 7 ദിവസങ്ങൾക്ക് ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചേലാകർമ്മം ചെയ്യുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേലാകർമ്മം ചെയ്തുകൊണ്ടാണ് ജനിച്ചത് എന്ന് ചില ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും അതിൻ്റെ ആധികാരികത അത്ര സുഖമുള്ളതല്ല. അതുകൊണ്ട് തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദാ പോലെ 7 ദിവസത്തിന് ശേഷം ചേലാകർമ്മം ചെയ്തു എന്നതാണ് മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അത് ചരിത്രകാരന്മാർക്കിടയിൽ തർക്കമില്ലാത്തൊരു വിഷയമാണ്. അതിൻ്റെ വർഷത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ സംസാരിച്ച് വെച്ചത് അതായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭിണിയായിരിക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് സിറ്റിബിൽ വെച്ചുകൊണ്ട് മരണപ്പെടുന്നു. കൃത്യം ആമുൽ ഫീൽ നടന്ന 50 55 ദിവസങ്ങൾക്ക് ശേഷമാണ് ആമിന ബീവി പ്രസവിക്കുന്നത്. അത്തരം ഒരു വലിയ സംഭവം അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ ഡേറ്റിൽ ചരിത്രന്മാർക്കിടയിൽ വലിയ തർക്കങ്ങൾ അവിടെ നടക്കുന്നില്ല. AD 569 ആമുൽ ഫീൽ വർഷത്തിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറവി കൊള്ളുന്നത്. അത് മാസത്തിൻ്റെ വിഷയത്തിലും വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. റബീഉൽ അവ്വൽ എന്നത് തന്നെയാണ് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. റമളാൻ എന്നത് ചില ചുരുക്കം പണ്ഡിതന്മാരെങ്കിലും ആ റമളാനിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറന്നതെന്ന് കാണാം. ദിവസത്തിന്റെ കാര്യത്തിൽ ഏതാനും വലിയ സംശയങ്ങളൊന്നുമില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് അനുചരൻ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നതിനെ കുറിച്ച് സംശയം ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന മറുപടി, ആ ദിവസമാണ് ഞാൻ ജനിച്ചത്, എനിക്ക് നുബൂവത്ത് ലഭിച്ചതും അന്നാണ്, എനിക്ക് ഖുർആൻ അവതരിച്ചതും അന്നാണ്, അതുകൊണ്ട് നിങ്ങൾ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുക എന്ന വളരെ അതിസുന്ദരമായ ഏറ്റവും പ്രതിഫലം അർഹിക്കുന്ന ഒരു സുന്നത്ത് നോമ്പിന്റെ കാര്യം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുന്ന ബുഖാരിയിലെ ഈ ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു എന്ന്. ആനക്കലഹ വർഷം ഒരു റബീഉൽ അവ്വൽ തിങ്കളാഴ്ച ദിവസമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറക്കുന്നത്. ആ ഡേറ്റിന്റെ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അത് റബീഉൽ അവ്വൽ 12 തന്നെ ആയിരുന്നു എന്നതാണ് പല പണ്ഡിതന്മാരുടെയും അഭിപ്രായം. എങ്കിലും ചില ഗ്രന്ഥങ്ങളിലൊക്കെ റബീഉൽ അവ്വൽ 8, റബീഉൽ അവ്വൽ 10, റബീഉൽ അവ്വൽ 2 എന്നൊക്കെയുള്ള പ്രമുഖ പണ്ഡിതന്മാരുടെ കിതാബുകളിൽ തന്നെ നമുക്ക് ഈ മാറ്റങ്ങളൊക്കെ കാണാൻ സാധിക്കും. എങ്കിലും ഏറ്റവും പ്രമുഖമായ റിപ്പോർട്ട് അനുസരിച്ചാണ് റബീഉൽ അവ്വൽ 12 ആനക്കല വർഷം AD 569 എന്ന ആ ഒരു കണക്കിലേക്ക് നമ്മൾ എത്തുന്നത്.
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അത്ഭുത സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നത് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിലും നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന കാലം മുതലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ ചിലതാണ് കിസ്റയുടെ കൊട്ടാരങ്ങൾ തകർന്നു വീണു, സാവാ തടാകം വറ്റി വരണ്ടു, പേർഷ്യയിലെ തീ ആരാധകർ ആരാധിച്ചിരുന്ന അവരുടെ അഗ്നിപൂജ ചെയ്തിരുന്ന തീക്കുണ്ടം അണഞ്ഞുപോയി എന്നതൊക്കെ ചില ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ സൽമാൻ അൽ ഫാരിസിയുടെ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു. സൽമാൻ ഫാരിസി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന അവരുടെ നാട്ടിലുണ്ടായിരുന്ന തീ ഒരു ദിവസം അണഞ്ഞു പോയി എന്ന് പറയുന്ന സന്ദർഭമൊക്കെ നോക്കുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യമായിരുന്നു എന്ന് കാണാം. പക്ഷെ പല പണ്ഡിതന്മാരും ഈ സംഭവങ്ങളെയൊന്നും അവരുടെ ഗ്രന്ഥങ്ങളിൽ, ആദ്യകാലത്ത് രചിച്ച ചരിത്ര ഗ്രന്ഥങ്ങളിൽ പോലും ഈ സംഭവങ്ങളൊന്നും എടുത്തുദ്ധരിക്കുന്നതായിട്ട് കാണുന്നില്ല. ചില സാധ്യതകളും നമ്മൾ കാണാത്ത ചില റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണും. അഥവാ ഹറമിലെ മിനാരങ്ങൾ സുജൂദിൽ വീണു എന്നതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. മക്ക എന്നത് അക്കാലത്ത് ഒരു മരുഭൂമി പ്രദേശമായിരുന്നു. എന്തുകൊണ്ട് പ്രവാചകൻ അറേബ്യയിലേക്ക് അള്ളാഹു അയച്ചു എന്നുള്ളത് ആ ഒരു വിഷയം നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്. അതിനു മുമ്പ് അക്കാലത്ത് ഹറം എന്നുള്ളതോ മക്ക എന്നുള്ളതൊക്കെ വളരെ മരുപ്രദേശമായി കിടക്കുന്ന ഒരു മരുഭൂമി മാത്രമാണ്. അവിടെ മിനാരങ്ങൾ പോയിട്ട് അന്ന് അവിടെ പള്ളികൾ പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് അവിടുത്തെ മിനാരങ്ങൾ സുജൂദിൽ കിടക്കുക എന്നുള്ളത് ചോദ്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില അഭിപ്രായങ്ങളൊക്കെ വളരെ വാസ്തവ വിരുദ്ധമാണ്. ഈ കിസ്റയുടെയും അഗ്നി പൂജകരുടെ തീയാണെന്നും സാവാ തടാകത്തിൻ്റെ ഒക്കെ ചില പണ്ഡിതന്മാർ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന വലിയ ആധികാരികത ഒന്നുമില്ലാത്ത ചില രേഖകൾ മാത്രമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആധികാരികമായ അവിടുത്തെ ജനനത്തെ സംബന്ധിച്ച ഗ്രന്ഥങ്ങൾ അത് ഹദീസുകളിലും ഖുർആനിലൊക്കെ നമുക്ക് കാണുന്നതാണ്. അതിലൊന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയിൽ നിന്നൊരു പ്രകാശം വരികയും അത് പേർഷ്യയിലെയും റോമിലെയൊക്കെ കൊട്ടാരങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന തരത്തിലേക്ക് അത് വളരുകയും ചെയ്യുന്ന ഒരു പ്രകാശം പുറപ്പെടുന്ന ഒരു സന്ദർഭം നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. എന്തുകൊണ്ട് ഈ സിറിയയിലെയും ഷാമിലേക്ക് കൊട്ടാരങ്ങൾ എന്ന് ചോദിക്കുന്നതിന് വ്യക്തമായ മറുപടി നമുക്കുണ്ട്. കാരണം അവിടെയാണ് ബൈത്തുൽ മുഖദ്ദസ്, ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലം അക്കാലത്ത് നിലനിൽക്കുന്നതാണ്. പ്രവാചകന്മാരുടെ പ്രൗഢ പാരമ്പര്യം കൊണ്ട് ഏറ്റവും പ്രകാശപൂരിതമായ സ്ഥലമാണത്. മാത്രമല്ല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം കഴിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്നെ അറേബ്യക്ക് പുറമെ ആദ്യമായിട്ട് കീഴടക്കപ്പെടുന്ന സ്ഥലവും ഈ ബൈത്തുൽ മുഖദ്ദസ് ആണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരുപാട് അനുഗ്രഹീത സംഭവങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് ഖുർആൻ തന്നെ ഏറ്റവും ഒരുപാട് സൂറത്തുകൾ ഇറക്കുന്നുണ്ട്. പിന്നീട് നമുക്കത് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുകയും ആധികാരികമല്ലാത്തത് പറയുകയും ചെയ്യുന്നത് പ്രവാചകന്റെ പേരിൽ നമ്മളൊരു കള്ളം പറഞ്ഞു പരത്തുന്നത് പോലെയുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് അതിൽ നമ്മൾ ഒരുപാട് ചികഞ്ഞ് അന്വേഷിക്കുകയൊന്നും ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുമ്പോൾ സംഭവിക്കുന്നത് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഉദ്ധരണിയുണ്ട്. അത് ഇങ്ങനെയാണ്: ശൈത്താൻ 4 സന്ദർഭങ്ങളിലാണ് അവരെ സൃഷ്ടിച്ചത് മുതൽ കരയുന്നത്. 4 അവസരങ്ങളിൽ മാത്രമാണ് ശൈത്താൻ കരയുന്നത്. അതിൽ ഒന്നാമത്തെ അവസരം ശൈത്താനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ച ദിവസമാണ്. രണ്ടാമത്തത് ശൈത്താനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച ദിവസം. മൂന്നാമത്തെ സന്ദർഭത്തിൽ ശൈത്താൻ കരയുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറക്കുന്ന വേളയിലാണ്. അത് ഒരു വലിയ അത്ഭുത സംഭവമായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. നാലാമത്തായിട്ട് ശൈത്താൻ കരയുന്ന ഒരു വേള എന്നുള്ളത് ഫാത്തിഹ സൂറത്ത് അവതീർണമാകുന്ന വേളയിലാണ്. ഫാത്തിഹ സൂറത്തിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചില പ്രത്യേകതകൾ എടുത്തു പറയുന്ന അവസരങ്ങളിലൊക്കെ ഈ മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണി എടുത്തുദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം ശക്തിയുള്ള ഖുർആനിലെ ഒരു അധ്യായമായിട്ടാണ് ഫാത്തിഹയെ സംബന്ധിച്ചിടത്തോളം തഫ്സീറുകളൊക്കെ കാണാൻ സാധിക്കുന്നത്. ഫാത്തിഹയിലുള്ള മുഴുവൻ കാര്യങ്ങളും ബിസ്മിയിലുണ്ട്, ബിസ്മിയിലുള്ള മുഴുവൻ കാര്യങ്ങളും അതിൻ്റെ ബായിലുണ്ട് എന്നൊക്കെ തുടങ്ങുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ ഫാത്തിഹ സൂറത്തിന് പ്രകീർത്തിച്ചുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ സാധിക്കും. അത് അത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എന്നതാണ് ആ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിവിടെ സംസാരിക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നത് ജിന്നുകളെ സംബന്ധിച്ച്, ശൈത്താന്മാരെ സംബന്ധിച്ചിടത്താണ്. അക്കാലം വരെ അവർക്ക് ആകാശത്തെ ലോകത്തേക്ക് സഞ്ചരിക്കുകയും മലക്കുകളുടെ സംസാരം കട്ട് കേൾക്കുന്നതിനൊക്കെയുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അഥവാ ഈ ജ്യോത്സ്യപ്പണിയൊക്കെ നടന്നിരുന്നത് അങ്ങനെയാണ്. ജ്യോത്സ്യന്മാരിങ്ങനെ ജ്യോത്സ്യം ചെയ്യുകയും അവരുടെ കീഴിലുള്ള ശൈത്താന്മാരെ വാനലോകത്തയക്കുകയും മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കട്ട് കേട്ടുകൊണ്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരൊക്കെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ
അത് അക്കാലത്തോടുകൂടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതോടുകൂടെ നിർത്തലായി എന്നതാണ് നമുക്ക് ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം അവിടേക്ക് എത്തുന്ന ശൈത്താന്മാർ ജിന്നുകൾക്ക് അവരെ ഒരു തീ പറഞ്ഞുകൊണ്ട് ശിക്ഷിക്കുകയും അവരെ പൊള്ളിക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ ഇന്നും വേദനിപ്പിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അഥവാ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബീഉൽ അവ്വൽ സമാഗതമാകുമ്പോഴേക്കും നമ്മുടെ ഉമ്മത്ത് പരസ്പരം ചേരി തിരിഞ്ഞുകൊണ്ട് അത് ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നും ഉമ്മത്തിൽ നിലനിൽക്കുന്നുണ്ട്. അഥവാ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരുപാട് വിഷയങ്ങളും ഒരുപാട് കാര്യങ്ങളോട് ഉണ്ടായിരിക്കെ തന്നെ ഏറ്റവും വേദനാജനകമായിക്കൊണ്ട് അത് നബിയുൽ അവ്വൽ ആഘോഷിക്കണോ അത് ആഘോഷിക്കണ്ടേ എന്ന തരത്തിൽ പലതരത്തിലുള്ള യുദ്ധങ്ങളൊക്കെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ പരസ്പരം ചേരിതിരിഞ്ഞ് ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പ്രവണതകൾ ഇന്നും നിലനിൽക്കുന്നത്. വളരെ വേദനയോടുകൂടിയാണ് ഞാനിത് പറയുന്നത്. കാരണം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ ഉമ്മത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം നിറഞ്ഞൊരു ദിവസമാണത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു എന്നുള്ളതാണ്. അതിലും വലിയ അനുഗ്രഹം ഈ ഉമ്മത്തിൽ വേറെ കിട്ടാനില്ല. ആ ഒരു അവസരം എത്തുമ്പോഴേക്കും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് പരസ്പരം ചേരി തിരിഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ ബഹളങ്ങൾ ഉണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക എന്നത് അത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, മറ്റു കാര്യങ്ങളുണ്ടാവും. അതിനെ പരസ്പരം അറിയാനും അവരുടെ വിശ്വാസങ്ങൾ അവർക്ക് പുലർത്താനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിൻ്റെ ആഘോഷ വേളയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിദിനവും മൗലൂദും അതിൻ്റെ സംഭവങ്ങളൊക്കെ ആഘോഷിക്കുന്ന തരത്തിലേക്ക് അത് ആനന്ദിക്കുന്ന തരത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് അനിസ്ലാമികകരമല്ലാത്ത കാര്യങ്ങൾ അഥവാ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുന്നത്, അവരുടെ സ്റ്റേജ് കെട്ടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പാട്ട് പാടുന്നത്, അവരുടെ പേരിൽ മധുരം വിതരണം ചെയ്യുന്നത്, കുട്ടികൾക്ക് പായസം കൊടുക്കുന്നതും അവർക്ക് മറ്റു മധുര പലഹാരങ്ങൾ നൽകുന്നതൊക്കെ ഇസ്ലാമിൽ നിഷിദ്ധമാക്കാത്ത കാലത്തോളം അത് ഈ റബീഉൽ അവ്വലിലും അനുവദനീയമാണ് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. കാരണം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും അത് നിഷിദ്ധമാക്കുകയോ അതിനെ തടയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് അത് ചെയ്തിരുന്നോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കെ തന്നെ അത് ഇസ്ലാമിൽ ഒരിക്കലും നിഷിദ്ധമാക്കാത്ത കാലത്തോളം ഇതേ സംഭവം റബീഉൽ അവ്വലിൽ അല്ല ചെയ്യുന്നതെങ്കിൽ അത് നിഷിദ്ധമാകുന്നില്ല. പിന്നീട് അത് റബീഉൽ അവ്വൽ വരുമ്പോൾ മാത്രം അത് എങ്ങനെ നിഷിദ്ധമാകുന്നു എന്ന ചോദ്യം അവിടെയുണ്ട്. അപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇസ്ലാമും ദീനിൽ നിഷിദ്ധമാക്കാത്ത ഒരു കാര്യമാണോ? അതുപോലെ തന്നെ പ്രമാണങ്ങൾക്കെതിരെ വരാത്തൊരു കാര്യമാണോ? നബി വേണ്ട എന്ന് പറഞ്ഞൊരു കാര്യമാണോ അവിടെ ചെയ്യുന്നത്? മാത്രമല്ല പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾക്കെതിരെ എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെയാണെങ്കിൽ അതൊരിക്കലും അനുവദനീയമാക്കാത്ത തരത്തിലാണ്. മാത്രമല്ല ഇതൊന്നുമല്ല, ഇതിനൊക്കെ അനുകൂലമായിട്ടാണുള്ള പ്രവർത്തികളാണ് അവിടെ നടക്കുന്നതെങ്കിൽ പിന്നെ എന്താണ് ഇതിനുള്ള പ്രശ്നം എന്ന ചോദ്യം അവിടെയുണ്ട്. മൻ സന്ന സുന്നത്തൻ ഹസനത്തൻ, ഒരാൾ പുതിയ അനുഷ്ഠാനങ്ങൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഈ അനുഷ്ഠാനങ്ങളൊന്നും ഇല്ല, സ്വഹാബത്തൊന്നും ഇത് ആഘോഷിച്ചിട്ടില്ല എന്ന തരത്തിലേക്ക് ഇത് വരുമ്പോൾ നമുക്കവിടെ ചർച്ച ചെയ്യാനുള്ള ഒരു ഹദീസാണ്. അഥവാ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലത്തുണ്ടായിരുന്നില്ലാത്ത എത്രയോ കാര്യങ്ങൾ പിന്നീട് പുതുതായി വരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ബിദ്അത്താണ് എന്ന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ മറ്റു പല എത്രയോ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ സംസാരിക്കാൻ പറ്റും. കാരണം പ്രവാചകന്റെ കാലത്തില്ലാത്ത എത്രയോ കാര്യങ്ങൾ പിന്നീട് വന്നിട്ടുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു ഹദീസ് മാത്രം നിങ്ങൾ എടുത്ത് പരിശോധിക്കാം. മൻ സന്ന സുന്നത്തൻ ഹസനത്തൻ, ഒരാൾ നല്ല കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ആളുകൾ അത് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അതിൻ്റെ കൂലി കിട്ടുന്നു. മൻ സന്ന സുന്നത്തൻ സയ്യിഅത്തൻ, ഒരു തെറ്റായ സുന്നത്താണ് അയാൾ ആരംഭിക്കുന്നത്, അതിൻ്റെ കുറ്റവും അയാൾ കിട്ടും. കാരണം അപ്പോൾ ആ ഹദീസിൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം പല കാര്യങ്ങളും പുതുതായിട്ട് വരാം. അത് നല്ല കാര്യമാണെങ്കിൽ അയാൾക്ക് കൂലി കിട്ടും എന്നത് തന്നെയാണ് ഈ ഹദീസിൽ നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ആഘോഷിച്ചോ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് അത് ആഘോഷിച്ചോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ദീനുൽ ഇസ്ലാമിനോ പ്രവാചകന്റെ സുന്നത്തുകൾക്കെതിരെ ഒന്നും അല്ലാത്തൊരു കാര്യം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും
മാത്രമല്ല കുഞ്ഞുങ്ങളിലേക്ക്, പ്രത്യേകിച്ച് പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം നബിദിനം എന്നത് അന്നേ ദിവസം മാത്രം ചുരുക്കി കെട്ടേണ്ടത് ഒരു ആഘോഷമോ ഒരു പ്രശംസനീയപ്പെട്ട കാര്യമോ ഒന്നും അല്ലെങ്കിൽ കൂടെ ആ പ്രവാചക സ്നേഹത്തിന് പ്രവാചകൻ അറിയാനും ഈ ഒരു മാസം നമുക്ക് പ്രത്യേകമായിട്ട് ആ ഒരു അവസരം ഒത്തുവരുന്നതിൽ നമ്മൾ പങ്കുചേരുന്നതോ അതിൽ സന്തോഷിക്കുന്നതോ പ്രവാചകന്റെ മദ്ഹ് ചെല്ലുന്നതോ ഒന്നും നിഷിദ്ധമാക്കപ്പെടേണ്ടതോ ഒഴിവാക്കപ്പെടേണ്ട കാര്യമൊന്നും അല്ല എന്നുള്ളത് തന്നെയാണ് അതിലുള്ള അഭിപ്രായം. അത് പല ഗ്രന്ഥങ്ങളിൽ നമുക്കത് ആധികാരികമായിട്ട് വരുന്നത് തന്നെ കാണാൻ സാധിക്കും. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യത്തിന്റെ പേരിൽ സമൂഹം ഭിന്നിപ്പിച്ച് നിന്നുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ഒരിക്കലും മുഅ്മിനാകുകയില്ല എന്നുള്ളത് പ്രവാചകന്റെ ആധികാരികമായ ഹദീസാണ്. അതുകൊണ്ട് പരസ്പരം ചേരിചേരുന്നുകൊണ്ടുള്ള ഈ ഒരു പ്രത്യേകമാക്കപ്പെട്ട മാസവും പതിവ് പോലെ എല്ലാ വർഷവും റബീഉൽ അവ്വൽ ഇങ്ങനെ നടക്കുന്ന ഈ പരസ്പര പോരാട്ടവും പരസ്പര ബഹളങ്ങളൊക്കെ അവസാനിപ്പിച്ച് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒന്നിക്കാനുള്ള ഒരു മനസ്സ് ഉമ്മത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട അവരുടെ ചോദ്യം ഇരിക്കുന്നത്, ഇതേ ദിവസം തന്നെയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത്. റബീഉൽ അവ്വൽ 12 തന്നെയാണ് വഫാത്താകുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ മദ്ഹ് പറയുന്നത് അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ ദിവസമല്ലേ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. ഇസ്ലാമിലെ പ്രമാണങ്ങൾ നിങ്ങൾ എടുത്തുദ്ധരിക്കുക, 3 ദിവസത്തിലധികം അവരുടെ മരണശേഷമുള്ള വ്യസന സംഭവങ്ങളൊന്നും 3 ദിവസത്തിലധികം നീളരുത് എന്നതാണ് ഇസ്ലാമിന്റെ അനുശാസനം. മാത്രമല്ല സന്തോഷത്തിന് ഇസ്ലാം അതിരുകൾ വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പല ചരിത്ര സംഭവങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കാണുന്നത്. അപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മരണ സംഭവത്തെക്കാൾ നമുക്ക് ഏറ്റവും പ്രധാനം അറിയിക്കുന്നത് അവരുടെ സന്തോഷത്തിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് എന്നാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറേബ്യയിൽ ജനിക്കുന്ന ഒരു വേളയുണ്ട്. അഥവാ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അറേബ്യയിൽ നിയോഗിച്ചതെന്ന് ചോദ്യമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അക്കാലത്തെ വെറും മരുപ്പറമ്പായ ഒരു പ്രദേശമാണത്. അപ്പുറത്ത് റോമുണ്ട്, പെർഷ്യയുണ്ട്. ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ആഫ്രിക്കൻ രാജ്യം പോലെ വളരെ മരുഭൂമിയായി കിടക്കുന്ന ഒരു തരിശു ഭൂമിയാണ് ഇന്നത്തെ കാലത്ത്. ഒട്ടും പുരോഗമനപരമല്ലാത്ത ഒരു പ്രദേശം. കാലത്തുള്ള വലിയ വലിയ രാഷ്ട്രങ്ങളും സാമ്പത്തികവും സാംസ്കാരികവുമായി മെച്ചപ്പെട്ട ഒരുപാട് ദേശങ്ങളും രാജ്യങ്ങളും അപ്പുറത്ത് ഉണ്ടായിരിക്കെ പിന്നെ എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ അറേബ്യയിലേക്ക് പറഞ്ഞയച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം അവൾ വളരെ പ്രാകൃതരായിരുന്ന, ഒട്ടും സാംസ്കാരികമായി ബോധമില്ലാത്തൊരു കാലമായിരുന്നത്. മാത്രമല്ല ഭൂമിശാസ്ത്രപരമായി അവർ ഭയങ്കര സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു രാഷ്ട്രങ്ങളും അന്നേ വരെ അറേബ്യയെ കീഴ്പ്പെടുത്തിയിട്ടില്ല. മറ്റു പല രാഷ്ട്രങ്ങൾ ഈ കീഴടക്കുകയും കോളനിവൽക്കരിക്കുകയും ചെയ്യുന്ന കാലത്ത് അറേബ്യ ഒരിക്കലും കീഴടക്കപ്പെട്ടിരുന്നത്. ഇതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ മരുഭൂമി മറ്റു രാഷ്ട്രങ്ങൾക്ക് ഒരു തടസ്സമായിരുന്നു. ഭൂമിശാസ്ത്രപരമായി അവർ സംരക്ഷിക്കപ്പെട്ടിരുന്നതിനൊക്കെ അപ്പുറത്ത് അവിടെ കാര്യമായിട്ട് അവർക്കൊന്നും കിട്ടാനില്ല. ഇന്നത്തെ പോലെ എണ്ണയൊന്നും അവിടെ ഉൽപ്പാദിക്കപ്പെടുന്നില്ല. മറ്റു കാര്യമായിട്ട് അവർക്ക് സാമ്പത്തികമോ സാംസ്കാരികമായ ഒരു നേട്ടവും അവരെ കീഴടക്കുന്നതോട് കൂടിയില്ല. കാരണം വെറും മരുപ്പറമ്പായി കിടക്കുന്ന ഒരു പ്രദേശം മാത്രമായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലൊരു നേട്ടവും ലഭിക്കാനില്ല. അതുകൊണ്ടാണ് ഒരു ആളുകളും അവരെ കീഴ്പ്പെടുത്തുകയോ അവരെ ബലം പ്രയോഗിച്ചോ ഒന്നും നടന്നിട്ടില്ല എന്നതാണ്. അവർ പരസ്പരം അവർ തമ്മിൽ ഇങ്ങനെ അവർക്കിടയിൽ ചില യുദ്ധങ്ങൾ നടക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് മറ്റു രാഷ്ട്രങ്ങൾ അവിടെ വന്ന് യുദ്ധം ചെയ്യുകയോ ഇവർ മറ്റു രാഷ്ട്രങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുകയോ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ടാണ് റോമിനും പേർഷ്യക്കെതിരെ ഇവർ യുദ്ധം ചെയ്യാൻ ഇറങ്ങുമ്പോൾ സ്വഹാബത്ത് പോലും അഥവാ മറ്റു രാഷ്ട്രക്കാരും അത് ഞെട്ടിപ്പോകുന്നു. കാരണം നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ആഫ്രിക്കയിലെ ഒരു ഗ്രാമപ്രദേശം അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ഒരു രാജ്യം ഇന്നത്തെ കാലത്ത് വന്നുകൊണ്ട് അമേരിക്കയെ കീഴ്പ്പെടുത്തുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അക്കാലത്ത് ഏറ്റവും വലിയ ശക്തരായിരുന്ന റോമിനെയും പേർഷ്യയുമാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം കഴിഞ്ഞ് അബൂബക്കർ തങ്ങളുടെ കാലം എത്തിയപ്പോഴേക്കും ഇസ്ലാമിക സന്ദേശം കൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലേബലിൽ അത് കീഴടക്കപ്പെടുന്നത്. അതിലവർക്കുണ്ടാകുന്ന ഒരു അത്ഭുതകരമായ മാറ്റത്തിൻ്റെ കഥയാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത്. പേർഷ്യയിലെ രാജാക്കന്മാർ പോലും ഇവരോട് വളരെ പുച്ഛസ്വരത്തിൽ സംസാരിക്കുന്ന സംഭവങ്ങളൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ എല്ലാവരാലും അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന ഒരു പ്രദേശമാണ് പിന്നീട് ഇങ്ങനെ ഏറ്റവും ഉന്നതമായ സമൂഹമായിട്ട് മാറുന്നത്. എൻ്റെ അനുചരരെന്നത് താരക സമാനമാണെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിക്കുന്ന തരത്തിലേക്ക്, അത്രയും ഉന്നതരായ തരത്തിലേക്ക് അവർ വളർന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കൃത്യമായ ഭരണകൂടങ്ങളില്ല, ഭരണക്രമങ്ങളില്ല.
അതുകൊണ്ട് തന്നെ ഇവരൊരു ഏകീകരണ സ്വഭാവവും ഇവർക്ക് കീഴില്ല. ഇവർ പരസ്പരം യുദ്ധം ചെയ്യുകയും പരസ്പരം ഒന്നിക്കാത്ത തരത്തിൽ ഇങ്ങനെയുള്ള ഒരു രൂപീകരണമായിരുന്നു അവിടെ. കാരണം ഒരു ഭരണ പ്രദേശമോ ഭരണഘടനയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ പരസ്പരം ഫൈറ്റ് ചെയ്തിട്ട് പരസ്പരം കലഹിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സമയമാണ്. ഇവരാകെ ഒന്നിക്കുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് അറബികളെല്ലാവരും ഒരുമിച്ച് ഒരു യുദ്ധത്തിന് വേണ്ടി സമ്മേളിക്കുന്നത് ഈ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. അത് മറ്റു പലർക്കും വളരെയധികം അത്ഭുതപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. മാത്രമല്ല അതവർക്ക് വളരെ വലിയ ശക്തിയും, അവർ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് വളരെ വലിയ ശക്തിയാണ് നൽകുന്നതെന്ന് പിന്നീട് ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകണം. മാത്രമല്ല മറ്റ് നാഗരികതകൾ അവിടെ ഇല്ല. പേർഷ്യയും റോമനൊക്കെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലത്ത് വളരെ മോശപ്പെട്ട ഫിലോസഫിയൊക്കെ അവിടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ദുഷിച്ചു കിടക്കുന്ന സാംസ്കാരികമായിട്ട് അല്ലെങ്കിൽ വൈജ്ഞാനികമായിട്ടുള്ള ദുഷിച്ചു കിടക്കുന്ന അവസ്ഥയിൽ അത്തരത്തിലുള്ള ഒരു ദുഷിച്ച ചിന്താഗതിയോ പ്രവണതകളോ ഒന്നും അറേബ്യയിൽ ഇരുന്നില്ല. അത് മനഃപൂർവ്വമല്ലാത്ത ചില തെറ്റിദ്ധാരണകൾ മാത്രമായിരുന്നു അക്കാലത്ത് അവരെ ഭരിച്ചിരുന്നത്. അവർക്കൊരാളൊരു കാര്യം തിരുത്തി കൊടുക്കുകയാണെങ്കിൽ അതവർ ഹൃദയപൂർവ്വം അത് സ്വീകരിക്കാൻ അവർ തയ്യാറായിരുന്നു എന്നുള്ളത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം പുതിയൊരു കാര്യം അവർക്ക് അവതരിക്കപ്പെടുമ്പോൾ അത് സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പല ആളുകളും അത് ഇസ്ലാമിലേക്ക് വന്നിരുന്നു. ഏറ്റവും കൂടിയ അഭിപ്രായ പ്രകാരം അത് അവർക്ക് വളരെ അനുകൂലമായിരുന്നു. അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു അറേബ്യയിലേക്ക് അയക്കാനുള്ള ഒരു കാരണം അവിടെ കഅബയുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ വേണ്ടി ഈ ഭൂലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട പരിശുദ്ധ ഭവനമാണ് കഅബ. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സൃഷ്ടിച്ചത് മുതൽ അവിടേക്ക് എത്തുന്നത് വരെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് ഈ പരിശുദ്ധ ഗേഹം മാറുന്നത് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. മറ്റു പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ചില പ്രത്യേക സ്ഥലങ്ങളിലേക്കും ഭാഗങ്ങളിലേക്കൊക്കെ മാത്രം നിയോഗിക്കപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്താകമാനമാണ്, കാഫത്തുൽ ലിന്നാസ്, ഏറ്റവും എല്ലാ ജനങ്ങൾക്കുമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെടുന്നത്. അത് എല്ലാ ആളുകൾക്കും എല്ലാ ലോകത്തിനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ശുദ്ധരായിരുന്നു, നമ്മൾ നേരെ സൂചിപ്പിച്ച പോലെ. അതുപോലെ തന്നെ വളരെ ത്യാഗസന്നദ്ധരായിരുന്നു. ഈ യുദ്ധവേളയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഈ ഒരു മാറ്റം നമുക്ക് മനസ്സിലാവുന്നത്. വെറും വെള്ളവും കാരക്കയും കൊണ്ടാണ് അവർ ദീനിനെ പടുത്തുയർന്നത്. എത്രയോ ദിവസം അവർ കഴിക്കുന്നത് വെള്ളവും കാരക്കയും മാത്രം, മറ്റു ഭക്ഷണങ്ങളൊന്നുമില്ലാതെ അവർ ജീവിതം മുന്നോട്ട് പോകുന്ന അവസരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ദീനിനെ പടുത്തുയർത്താൻ വേണ്ടി അവർ വളരെ ത്യാഗം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ത്യാഗങ്ങൾ അവർ വഴി നടക്കുന്നുണ്ട്. മാത്രമല്ല വളരെ ധീരരായിരുന്നു. ധീരതയ്ക്ക് വളരെ വലിയ പ്രാധാന്യവും അവർ നൽകിയിരുന്നു. ധീരരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോടുള്ള റിപ്പോർട്ടുകളും അവരെ പറ്റിയുള്ള വാക്യങ്ങളൊക്കെ വർഷാവർഷം അല്ലെങ്കിൽ കാലങ്ങളായിട്ട് അറേബ്യയിൽ നിലനിന്നിരുന്നു. മരിച്ചുപോയ ആളാണെങ്കിൽ കൂടെ അയാളുടെ ധീരതയുടെ പേരിൽ, അയാളുടെ കവിതകളുടെ പേരിലൊക്കെ അദ്ദേഹം വീണ്ടും വീണ്ടും ഓർമ്മിക്കപ്പെടുന്നത്. അത്തരത്തിൽ ധീരത വലിയൊരു കാര്യമായിട്ട് അവർ കാണുകയും വളരെ ധീരരായ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ദീനിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയും ദീനിനെ ലോകത്താകമാൻ എത്തിക്കാൻ വേണ്ടിയും ഇവരുടെ ധീരതയും ഇവരുടെ സന്നദ്ധതയും ഇവരുടെ ത്യാഗവും ഒക്കെ ഇസ്ലാമിനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊക്കെ വലിയ ഇന്ധനമേകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അറേബ്യ അക്കാലത്ത് ഏറ്റവും ഉചിതമായ ഒരു സ്ഥലമായിരുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാവുന്നത്. മാത്രമല്ല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കാൻ വേണ്ടി ഈ അറേബ്യയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഘട്ടം ഘട്ടമായി ഒരുക്കി കൊണ്ടുവരുന്ന മനോഹരമായ കാഴ്ച കഴിഞ്ഞ വീഡിയോകളിലൂടെ നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മക്കയെ അള്ളാഹു ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഖുറൈശികൾ അവിടേക്ക് ഭരണകാര്യങ്ങളാക്കി എത്തുന്നുണ്ട്. മദീനയിലേക്ക് അവരുടെ ഒരു ബന്ധം. അതുപോലെ തന്നെ അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ ജീവിക്കാനും പക്ഷെ മദീനയിലേക്ക് എത്തിക്കാനൊക്കെ തരത്തിൽ ആ ഭൂമി പ്രദേശത്ത് അള്ളാഹു പ്രവാചകന് വേണ്ടി ഒരുക്കി കൊടുക്കുന്ന അബാബീൽ പക്ഷികളെ വിട്ടിട്ട് അബ്രഹത്തിന്റെ ആനപ്പടയെ ഓടിക്കുന്ന അള്ളാഹു ഇതെല്ലാം ഉദ്ദേശിക്കുന്നുണ്ട്. അഥവാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ആ രംഗത്തെ ഒരുക്കി കൊടുക്കുകയാണ്. മനോഹരമായ രംഗവേദിയാക്കിയിട്ട് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ടും പരീക്ഷണങ്ങൾക്കോ വിശകമായ ഘട്ടങ്ങൾക്കോ ഒന്നും കുറവില്ലായിരുന്നു. ആ അവസരങ്ങളിലൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷമിച്ച് മുന്നോട്ട് പോയി എന്നുള്ളത് നമുക്ക് പലർക്കും ഇന്നും പ്രചോദനമാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർ വളരെ സത്യസന്ധരായിരുന്നു. വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്ന ആളുകളായിരുന്നു. നമുക്ക് പല അവസരങ്ങളിലും അത് കാണാൻ സാധിക്കും. അവർ എന്ത് വാക്ക്, നമ്മൾ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞതാണ്, അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചിടത്തോളം 10 മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മകനെ ബലി അർപ്പിക്കുമെന്ന് അവർ
വാക്ക് നൽകുമ്പോൾ, നേർച്ച ചെയ്യുമ്പോൾ 10 മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ ഒരു വിശ്വാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, പല ദൈവങ്ങളാണ്. അത്തരത്തിൽ നിൽക്കുമ്പോൾ പോലും അവർക്കത് പൂർത്തീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്നിട്ടും തൻ്റെ ഒരു മകനെ ബലിയർപ്പിക്കാൻ വേണ്ടി കത്തിയെടുത്ത് ഇറങ്ങിത്തിരിക്കുകയാണ് അബ്ദുൽ മുത്തലിബ്. അതുകൊണ്ട് തന്നെ വാക്ക് പറഞ്ഞാൽ അവർ അത്രത്തോളം അത് പാലിക്കുന്ന തരത്തിലേക്ക് ഉയർന്ന ഒരു സാമൂഹികമായ സാംസ്കാരികമായിട്ടുള്ള ആ തരത്തിലുള്ള ഒരു ഉദ്ധരണി അവരുടെ കാലത്തുണ്ടായിരുന്നു. മാത്രമല്ല ചതിയും വഞ്ചനയും ഒക്കെ വലിയ കുറ്റമായിട്ടാണ് അവർ കണ്ടിരുന്നത്. ഈ അണക്കല സംഭവത്തിൽ തന്നെ അവർ ഒറ്റിക്കെടുത്ത ആളുകളിലേക്ക് ഇന്നും അവിടെ കല്ലെറിയുന്ന പ്രവണതയാണ്. അതുകൊണ്ട് ചതിയുടെയും സ്വന്തം വംശത്തെ ഒറ്റിക്കൊടുക്കുന്നവരുടെയൊക്കെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു പേര് വരികയും, അതുകൊണ്ട് തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത പരിസരങ്ങളിൽ ഈ ഒരു സ്വഭാവ സവിശേഷതകൾക്കൊക്കെ വളരെ വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു. ഇസ്ലാമിനെ എത്തിക്കാൻ ഇത് വളരെ ഉപകാരം ചെയ്തിരുന്നു. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ അതിഥി സൽക്കാരമാണ്. ഒരു അതിഥി വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ വീട്ടിലൊന്നുമില്ല എങ്കിൽ, അവരുടെ വീട്ടിൽ ആകെ ഉള്ളത് ഒരു ഒട്ടകമാണ് അല്ലെങ്കിൽ ഒരു ആടാണെങ്കിൽ, ആ അതിഥി എത്തിക്കഴിഞ്ഞാൽ ഉടനെ ആ ഒട്ടകത്തെ ഇറക്കുന്ന, ആ ആടിനെ ഇറക്കുന്ന, അതിഥിയെ അതിമനോഹരമായിട്ട് ഭക്ഷിപ്പിക്കുന്ന, സ്വീകരിക്കുന്ന മനോഹരമായ രംഗങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആതിഥ്യ മര്യാദ എന്നത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. ഇന്നും നമ്മൾ അറേബ്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അറബികളുടെ ആതിഥ്യ മര്യാദ, അറബികളുടെ സ്നേഹമൊക്കെ നമുക്ക് വളരെ എടുത്തു ധരിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് മനോഹരമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് അവരുടെ ആതിഥ്യ മര്യാദ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അവരുടെ ഭാഷയായിരുന്നു, അറബി ഭാഷ. അത് മനോഹരമാണത്. വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് എത്രയോ അർത്ഥങ്ങൾ ധ്വനിപ്പിക്കുന്ന തരത്തിലേക്ക് അറബി ഭാഷയുടെ ഉന്നതി നമുക്ക് മനസ്സിലാവും. അത് ഖുർആനിക അവതരണങ്ങൾ കൊണ്ടും അറബി കവിതകൾ കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാവും. മറ്റൊരു ഭാഷക്കും ലോകത്ത് സാധ്യമാക്കാത്ത ഒരു മനോഹാരിത അത് അറബി ഭാഷയിലുണ്ട്. ഒരു പദങ്ങൾ കൊണ്ട് തന്നെ മറ്റു മനോഹരമായ പദങ്ങൾ നിർമ്മിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ പദസമ്പത്താണെങ്കിൽ തന്നെ ആ കാലത്ത് ഒട്ടകങ്ങൾക്ക് വേണ്ടിയിട്ട് 100 പദങ്ങൾ ഉണ്ടായിരുന്നു. തേനിന് 80 പദങ്ങൾ, വാളിന് ഒരുപാട്, അതങ്ങനെ അവർ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഒരുപാട് പദങ്ങൾ അവരുടെ പദസമ്പത്തായിട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അറബി ഭാഷ പ്രവാചകൻ അറബിയിലേക്ക് നിയോഗിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ എല്ലാവരുടെയും ഭാഷ, അവിടെ എത്തുന്നവരുടെ എല്ലാവരുടെയും ഭാഷ അറബി ആയിരിക്കുമെന്ന് പ്രവാചക സാക്ഷ്യമാണ്. ഇങ്ങനെ ഭാഷ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. മാത്രമല്ല ഇങ്ങനെ നമ്മൾ പറഞ്ഞു, ഒട്ടകത്തിന് 100 വാക്കുകളും തേനിന് 80 വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അവർ ആ കാലത്ത് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ ബുദ്ധിശക്തിയുള്ള മനുഷ്യരായിരുന്നു അക്കാലത്ത് ജീവിച്ചിരുന്നത്. അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സഹായകരമായി രൂപപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഹദീസിൻ്റെയും അതുപോലെ തന്നെ ഖുർആനിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ വരുമ്പോഴാണ്. അക്കാലത്ത് എഴുത്തോ വായനകളോ ഒന്നും നിലനിൽക്കാത്ത ഒരു സാഹചര്യത്തിലാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം, പ്രവാചകന്റെ വഫാത്തുകൾക്ക് ശേഷമൊക്കെയാണ് ഖുർആനും ഹദീസും ഒക്കെ ക്രോഡീകരിക്കുന്നത്. അക്കാലത്തും അവരുടെ മെമ്മറിയിൽ അത് ശേഖരിക്കപ്പെട്ടു എന്നുള്ളത് അവരുടെ അതിശക്തമായ ബുദ്ധിശക്തിയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അവർക്ക് അക്കാലത്തെ ഈ ഒരു സ്വഭാവം പല ഓറിയന്റലിസ്റ്റുകളൊക്കെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരതൊക്കെ ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ പറയുന്ന പോലെ അവർ ആദ്യകാലത്തെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് മുമ്പേ അവർ വളരെ ബുദ്ധിശക്തരാണ്. എത്രയോ പദങ്ങൾ, അവരുടെ ഭാഷ തന്നെ അവരെ അതിന് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 100 വാക്കുകളൊക്കെ ഒട്ടകത്തിന്. നമ്മളെ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടകം എന്നുള്ളതിന് മറ്റൊരു പദം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് കണ്ടെത്താൻ. ഇത് ഓരോ പ്രായത്തിലുള്ള ഓരോ ഒട്ടകത്തിനും ഓരോ പേര്, മാത്രമല്ല പല കാര്യങ്ങൾക്കും. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിശക്തിയുള്ള കൂട്ടത്തിലായിരുന്നവർ. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ വളരെ ഇസ്ലാമിക വളർച്ചയിൽ ഇവരുടെ ബുദ്ധിശക്തിയും ഇതൊക്കെ വളരെ പ്രേരകമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അറേബ്യയിലേക്ക് പ്രവാചകനെ നിയോഗിക്കുന്നതിൽ ഇത്തരം ചില കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പലപ്പോഴും വീഡിയോകളിലൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനകൾ പതിയെ അതെല്ലാം സംഭവിക്കുന്ന തരത്തിലാണ് നമ്മുടെ ചരിത്ര കഥ അവതരണം പോകുന്നത്. കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ എൻ്റെ മകനെയും എൻ്റെ ഭാര്യയും ഇവിടെ തനിച്ചാക്കി പോകുന്നു, ആളുകളെ നീ ഇവിടേക്ക് എത്തിക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ചുറുഹും ഗോത്രം വരുന്നു, അവിടെ വളരെ വലിയ ജനസഞ്ചയമായിട്ട് മാറുന്നുണ്ട്. ശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഇവർക്ക് നീ വെള്ളവും ഭക്ഷണവും ഒക്കെ അധികരിപ്പിച്ചു നൽകണേ. സംസം ഉറവയെടുക്കുന്നു. മക്കയിൽ നിന്ന് 2 വ്യാപാര യാത്രകൾ സ്ഥാപിക്കുകയും ലോകത്ത് നിരവധി പ്രദേശങ്ങളിൽ ലഭ്യമായ മറ്റു പ്രദേശങ്ങളിലൊക്കെ ലഭ്യമായ എല്ലാവിധ ഭക്ഷണങ്ങളും മക്കയിലേക്ക് എത്തുന്നു. ഇങ്ങനെ ഭക്ഷണപരമായിട്ടും അവരുടെ പ്രാർത്ഥന അന്ന് നിലവിൽ വരുന്നുണ്ട്. അങ്ങനെ
ആ പ്രാർത്ഥന പൂർത്തീകരിക്കുന്നുണ്ട്. മറ്റൊരു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന ഇവരെ നന്മയിലേക്ക് ഉപദേശിക്കാനും തിന്മയെ തൊട്ട് വിരോധിക്കാനും ഇവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ നീ നിയോഗിക്കണേ എന്നതായിരുന്നു അള്ളാഹുവിൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയും ഇതോടുകൂടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ പ്രാർത്ഥനയുടെ പൂർത്തീകരണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ അറേബ്യയിലേക്ക് പറഞ്ഞയക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നട്ടുവെച്ച സമയം പ്രസവിക്കുകയും അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്ത് എത്തുകയും മുഹമ്മദ് എന്ന പേരിടുകയൊക്കെ ചെയ്യുന്നിട്ട് അവർക്ക് വളരെ വലിയ ആഘോഷ രാവുകളായിരുന്നു അത്. കാരണം അബ്ദുള്ളയുടെ തിരോധനം അഥവാ അങ്ങനെ ഒരാഴ്ചക്ക് ശേഷമാണ് അബ്ദുള്ള വിവാഹശേഷം കച്ചവടത്തിന് പോവുകയും അങ്ങനെ ആ കച്ചവടത്തിൽ മരണപ്പെട്ടുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ആമിന ബീവിക്കും അബ്ദുള്ളക്കൊക്കെ വളരെ ഒരു സോഫ്റ്റ് കോർണർ മക്കാർക്ക് ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ആമിന ബീവിക്ക് ഈ പിറക്കുന്ന കുഞ്ഞ് എന്നുള്ളത് മക്കാരുടെ തന്നെ ഒരു വളരെ വലിയ സന്തോഷകരമായ കാര്യമായിരുന്നു. പ്രത്യേകിച്ച് ഖുറൈശികൾക്ക് അത് വളരെ വലിയ ആനന്ദമായിരുന്നു. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായിട്ട് മുലയൂട്ടുന്നത് ആമിന ബീവി തന്നെയാണ്. മാതാവ് എന്ന നിലക്ക് ആമിന ബീവി തന്നെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുലയൂട്ടുന്നത്. പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുലയൂട്ടാൻ എത്തുന്നത് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയാണ്. ഇസ്ലാമിലെ സംബന്ധിച്ചിടത്തോളം ഈ മുലയൂട്ടുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതാവിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് നിയോഗിക്കപ്പെടുന്നത്. അഥവാ രക്തബന്ധം കൊണ്ട് അവർ മാതാവല്ലെങ്കിൽ കൂടെ എല്ലാ അവസരത്തിലും അവർ ഇസ്ലാമിൽ അവരുടെ സ്വന്തം മാതാവിൻ്റെ അതേ സ്ഥാനത്ത് വരുന്നവരാണ്. എന്തുകൊണ്ടാണ് അറേബ്യയിൽ ഇങ്ങനെ മുലയൂട്ടാൻ പറഞ്ഞയക്കുന്നതെന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ സംസാരിക്കാം. ഇവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമിന ബീവി മുലയൂട്ടിന് ശേഷം ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയാണ്. അവരുടെ പേര് ബറക്ക എന്നതാണ് അവരുടെ യഥാർത്ഥ നാമം. ഒരു ആഫ്രിക്കയിലെ ഒരു നീഗ്രോ വംശജ സ്ത്രീ ആയിരുന്നു അവർ. അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ ഭർത്താവ് അവരെ ഉപേക്ഷിച്ച് പോവുകയും ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ അവസരത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, സ്വർഗാവകാശിയായ ഒരു സ്ത്രീ ആർക്കെങ്കിലും വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉമ്മു ഐമനെ വിവാഹം കഴിക്കുക. ഉടനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സന്തത ഹജാരിയായിരുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹു ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുകയാണ്. ആ ദാമ്പത്യ വല്ലരിയിൽ ഉണ്ടാകുന്ന കുഞ്ഞാണ് ഉസാമ റളിയല്ലാഹു അൻഹു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസാമയെ വളരെ അധികം ഇഷ്ടമായിരുന്നു. ആയിഷ ബീവിയുടെ ഒക്കെ പറയുന്നുണ്ട്, ആയിഷ എനിക്ക് ഉസാമയെ വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടണം. അത്രയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു ഈ സെയ്ദ് റളിയല്ലാഹു അൻഹുവും അവരുടെ മകനൊക്കെ ആയിരുന്ന ഉസാമ. അതുകൊണ്ട് തന്നെ ഈ ഉമ്മു ഐമൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാലൂട്ടി അവരുടെ ഉമ്മയുടെ സ്ഥാനത്ത് വരുന്ന ഒരു മഹദിയാണ്, ഒരു നീഗ്രോ വംശക്കാരിയാണ്. മറ്റൊരു സ്ത്രീ എന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുലയൂട്ടുന്നത് സുവൈബയാണ്. സുവൈബയെ സംബന്ധിച്ചിടത്തോളം അവർ അബൂലഹബിൻ്റെ അടിമയാണ്. അബൂലഹബിൻ്റെ അടിമയായ സുവൈബയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുലയൂട്ടുന്ന മറ്റൊരു സ്ത്രീ. അവരും ഇതുപോലെ ഒരു നീഗ്രോ വംശജയായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വിവരം ഈ സുവൈബ ഓടിക്കൊണ്ട് തൻ്റെ യജമാനോട് പറയുന്നുണ്ട്. അബൂലഹബിനോട് അവരുടെ ഈ സന്തോഷ വിവരം ഓടിക്കൊണ്ട് പറയുന്നുണ്ട്. അബൂലഹബ് എന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയാണ്, അഥവാ അബ്ദുള്ളയുടെ സഹോദരൻ, പ്രവാചകന്റെ പിതാവിൻ്റെ സഹോദരനാണ് അബ്ദുൽ മുത്തലിബ്. അങ്ങനെ ഈ സന്തോഷ വാർത്ത അറിയിക്കുന്ന അവസരത്തിൽ അബൂലഹബിൻ്റെ സന്തോഷം കൊണ്ട് അബൂലഹബ് ആ സുവൈബയെ സ്വതന്ത്രയാക്കുകയാണ്, അടിമയെ സ്വതന്ത്രരാക്കുകയാണ്. ഒരിക്കൽ സ്വപ്നത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവരുടെ മറ്റൊരു സഹോദരനാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂലഹബിനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബവുമായി വന്നതുകൊണ്ട് വല്ല നേട്ടങ്ങളും അങ്ങേക്കുണ്ടോ? അതായത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിയ ശത്രുവായിട്ട് മാറുന്നത് പിന്നീട് ഈ അബൂലഹബ. വിശുദ്ധ ഖുർആനിൽ പോലും തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ എന്ന് ഖുർആനിക സൂക്തം ഇറക്കിക്കൊണ്ട് അവരോടുള്ള വൈരി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ ഏറ്റവും നീചനായ ശത്രു, ഖുർആനിൽ പോലും അവതീർണമായ ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരാളാണ് അബൂലഹബ്. ആ അബൂലഹബിനോടാണ് ഒരിക്കൽ സ്വപ്നത്തിൽ ചോദിക്കുന്നത്, മരണശേഷം അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്, എളാപ്പയാണല്ലോ, അതുകൊണ്ട് വല്ല ആനുകൂല്യങ്ങളും ഈ ശിക്ഷയിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? ആ സമയത്ത് സ്വപ്നത്തിൽ അബൂലഹബ് കൊടുക്കുന്ന മറുപടി, ഞാൻ പ്രവാചകൻ ജനിച്ച അന്ന് ഒരു അടിമയെ മോചിപ്പിച്ചിരുന്നു, അത് ഈ സുവൈബയാണ്. അതുകൊണ്ട് മാത്രം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച അവസരത്തിൽ എനിക്ക് കുറച്ച് സുഖം ഈ ശിക്ഷയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച കാരണം കൊണ്ട് അവരടിമയെ മോചിപ്പിച്ച അവിടുത്തെ എളാപ്പക്ക്
ഏറ്റവും കൂടിയ ശത്രുവിന്, ഖുർആനിൽ പേരെടുത്ത് ധരിച്ച ഏറ്റവും കൂടിയ ശത്രുവിന് അള്ളാഹു ശിക്ഷ ലഘൂകരിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിൽ സന്തോഷിക്കുന്ന, അതിൽ മധുരണം വിതരണം ചെയ്യുന്ന, അവിടുത്തെ മദ്ഹ് എടുത്തു ധരിക്കുന്നതൊക്കെ തെറ്റാണോ എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ചിലപ്പോൾ നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള, നമ്മളെ വിജയിപ്പിക്കാനുള്ള ഒരേ ഒരു കാരണമായിട്ട് നബിദിന റാലിക്ക് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന 1 രൂപയുടെ ഒരു മിഠായി ആയിരിക്കും, അവർക്ക് നൽകുന്ന ഒരു പായസമായിരിക്കും, അവർക്ക് നൽകുന്ന മധുര പാനീയങ്ങളായിരിക്കും നമ്മളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചേർത്താനുണ്ടാവുക എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. വംശീയക്കെതിരെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിനുള്ള പോരാട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്നേ ആരംഭിക്കുന്നുണ്ട്. ഇസ്ലാം അത്രയും സുന്ദരമാണ്. അഥവാ വർണ്ണവെറിയെ അത്രത്തോളം കലുഷിതമായി കണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുലയൂട്ടാനെത്തുന്നത് അങ്ങനെ 2 നീഗ്രോ വംശജരായ 2 സ്ത്രീകളെയാണ്. പിന്നീട് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വംശീയക്കെതിരെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. നമ്മൾ ആ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അത്രയും മനോഹരമായ രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം വഴി ഒരുപാട് കാര്യങ്ങളൊന്നും മക്കയിലും നമ്മുടെ ജീവിതത്തിലും അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ സംഭവിക്കുന്നുണ്ട്. പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുലയൂട്ടുന്നത് ഹലീമ ബീവിയാണ്. അത് വളരെ സുദീർഘമായ അതിമനോഹരമായ ചരിത്രമാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞ റമദാനിൽ ആ വിഷയത്തെക്കുറിച്ചും ആ കഥകളെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കൂടെ ഇനിയും അതിലേറെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഹലീമ ബീവിയുടെ വീട്ടിലെത്തുന്ന പ്രവാചകനും അവിടെ നടക്കുന്ന അത്ഭുതകരമായ സംഭവങ്ങളൊക്കെ, ആ സംഭവങ്ങളൊക്കെ ആയിട്ട്, മനോഹരമായ കഥകളായിട്ട്, ഹലീമ ബീവിയുടെ വീട്ടിലെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇരിക്കാം. അതുവരെയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.